യസീദ് പ്രിയപ്പെട്ട ബാപ്പാന്റെ അടുക്കൽ ആള് മുസ്ഹഫ. ദിക്റിന്റെ കട് കട്ടിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ വല്ലാതെ ബാപ്പന്റെ താബിദായ ഒരു മനുഷ്യനാണ്. ഉപ്പാന്റെ അടുക്കൽ നിന്ന് പുറത്തു പോയാലോ മഹാനായ ഖലീഫ മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങൾ അങ്ങനെ ഭരണചക്രം കറക്കി കാലം മുന്നോട്ട് ഇങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളൊക്കെ ഇങ്ങനെ പിന്നിട്ട് കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കവെയാണ് കാലം വളരെ സ്പീഡിൽ കുതിച്ചു കൊണ്ടിരിക്കെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട സ്ഥലത്ത് വേണ്ടപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. വേണ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ഭംഗിയായി മുമ്പത്തെ പോലെ നിർവഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വന്ന് ഇതൊക്കെ വരാനുള്ള കാരണം നമുക്കറിയാം. വാർദ്ധക്യം ബഹുമാനപ്പെട്ടവരെ ആവരണം ചെയ്തിരിക്കുക. പ്രായം കൂടി വന്നാൽ യുവത്വത്തിൽ നടത്തുന്നതൊന്നും നടത്താൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം മുആവിയ തങ്ങൾ അകപ്പെട്ടിരിക്കുന്നു. പ്രായാധിക്യം കാരണത്താൽ ചില പ്രയാസങ്ങളിലൊക്കെ. ഈ സമയത്താണ് ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ ഒരു തോന്നൽ ഇങ്ങനെ വരുന്നത്, റഹ്മാനെ ഇനി പെരുത്ത് ജീവിക്കുന്നൊന്നും തോന്നുന്നില്ല. എപ്പോഴും എന്തും സംഭവിക്കാം, എപ്പോഴും എന്റെ മരണം സംഭവിക്കാന്നാണ് മഹാൻ ചിന്തിക്കുന്നത്. പിന്നീട് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു, റഹ്മാനെ ഞാൻ ഈ ലോകത്തോട് യാത്ര ചോദിച്ചാൽ എന്റെ ഈ സ്ഥാനത്ത് മറ്റൊരു ഖലീഫ വേണം. എന്റെ കാലം കഴിഞ്ഞാൽ ആ ഖലീഫയെ ജനങ്ങൾ തെരഞ്ഞെടുക്കട്ടെ എന്ന് കരുതി ഞാനങ്ങ് ലോകത്ത് നിന്ന് വിട്ടുപോവുകയും ചെയ്താൽ ഖലീഫയെ തെരഞ്ഞെടുക്കുമ്പം സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഖലീഫ ആയപ്പോ തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതാ. പിന്നെ എന്റെ കാലം അങ്ങോട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകാലോ. അതുകൊണ്ട് എന്റെ മരണത്തിന് മുമ്പ് തന്നെ യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ ഖലീഫയായി കണ്ടുപിടിച്ച് ജനങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ച് ബൈഅത്ത് ചെയ്യിപ്പിച്ച് ഞാൻ ഈ ലോകത്തോട് വിട്ടുപോയാൽ പിന്നെ എന്റെ കാലശേഷം ഞാൻ ആ ബൈഅത്ത് ചെയ്യിപ്പിച്ച ചെറുപ്പക്കാരനെ നാട് ഭരിച്ചാൽ മതിയല്ലോ. പ്രശ്നങ്ങളില്ല, എല്ലാവരും ഒറ്റക്കെട്ട് നേതാവിന്റെ കൽപ്പന അനുസരിക്കും. അങ്ങനെ രാഗത്തോട് കൂടി പോകും. ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു. അങ്ങനെ മഹാൻ തീരുമാനിച്ച് അവിടെ എത്തി. എന്റെ കാലശേഷം ഈ നാട് ആര് ഭരിക്കണം? കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ എന്തിനാണ് ഇങ്ങനൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം? എന്റെ തൊട്ടടുത്തിതാ എന്റെ പ്രിയപ്പെട്ട ഓമനപുത്രൻ യസീദ്. സമർത്ഥനാണ് യസീദ്. നാട് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്ന് ബാപ്പയാകുന്ന ഞാൻ ഭരിക്കുന്നത് നേരിട്ട് കണ്ടു പഠിച്ചവനാ. അതിന് പുതിയൊരു ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടും യോഗ്യൻ. എല്ലാവരും ആദരിക്കും ഇവനെ. തീർച്ചയായിട്ടും ഇവന്റെ കൽപ്പന ജനങ്ങളൊക്കെ അനുസരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്നു. ഇനി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, യസീദിന്റെ കഥ എന്താ? യസീദ് പ്രിയപ്പെട്ട ബാപ്പാന്റെ അടുക്കൽ ആള് മുസ്ഹഫ. ദിക്റിന്റെ കട് കട്ടിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ വല്ലാതെ ബാപ്പന്റെ താബിദായ ഒരു മനുഷ്യനാണ്. ഉപ്പാന്റെ അടുക്കൽ നിന്ന് പുറത്തു പോയാലോ എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു കൂട്ടം ഗുണ്ടകളുണ്ട് നാട്ടിൽ. അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരുടെ നേതാവാണ്. എന്നിട്ട് ഒന്ന് ചിരിക്കും, തമാശ പറയും, പൊട്ടിച്ചിരിക്കും, പലതും തീരുമാനിക്കും. അതൊക്കെ നടപ്പിലാക്കാൻ എന്തിനും തയ്യാറുള്ള യുവാക്കന്മാര്, നല്ല യോദ്ധാക്കള്, നല്ല ഗുണ്ടകള് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് അവിടുത്തെ കഥ. വീട്ടിൽ വന്നാലോ ബാപ്പാന്റെ അടുക്കൽ വളരെ സൈലന്റ്, നല്ലൊരു മനുഷ്യനാണ്, അടിതായ മനുഷ്യൻ. അപ്പൊ നമുക്കൊരു സംശയം, ആരെങ്കിലും വന്നിട്ട് യസീദിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയാലുള്ള സ്വഭാവത്തെ പറ്റി ബാപ്പാനോട് സൂചന കൊടുക്കാലോ? ആരും കൊടുക്കൂല. നല്ലൊരുത്തരും അങ്ങനെ യസീദിനെ പറ്റി മുആവിയ തങ്ങൾ അടുക്കൽ വന്നിട്ട് യസീദിന്റെ സ്വഭാവത്തെ പറ്റി സൂചന കൊടുത്താൽ അപ്പൊ അറിഞ്ഞവൻ പിന്നെ അടുത്ത ദിവസം ദുനിയാവ് കണ്ടോളണമെന്നുണ്ടാകൂല. അതുകൊണ്ട് ആരും ആ പ്രശ്നത്തിന് നിൽക്കൂല. എല്ലാം ഇങ്ങനെ കണ്ട് സഹിച്ചൊക്കെ നിൽക്കുക. അങ്ങനെ നല്ലൊരു കൂട്ടം ജനങ്ങൾ. പക്ഷെ മുആവിയ തങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓമന പുത്രനാണ്, ബാപ്പാനെ സ്നേഹിക്കുന്ന മകനാണ്. ഇതൊക്കെയാണ് മഹാൻ ചിന്തിക്കുന്നത്. അങ്ങനെ മകനെ കെട്ടി വിളിച്ചു, മോനെ യസീദ്. എന്താ ഉപ്പ? മോനിങ്ങ വാ. ഉപ്പാക്ക് കുറെ പ്രായമൊക്കെ ആയി. ഇനി പെരുത്ത് ജീവിക്കും എന്നുള്ള വിശ്വാസം ഉപ്പാക്കില്ല. എപ്പോഴും എന്തും സംഭവിക്കാം. അപ്പോഴാണ് ഈ ഉപ്പ ചിന്തിക്കുന്നത്, മോനെ ഉപ്പയുടെ കാലശേഷം ഒരു ഖലീഫ വേണമല്ലോ. ആ ഖലീഫയെ ഉപ്പാന്റെ ഹയാത്ത് കാലത്ത് ഉപ്പ തന്നെ തെരഞ്ഞെടുത്ത് ജനങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന രൂപത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഭരണാധിപൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഉപ്പ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആരും തള്ളിക്കളയില്ല. അങ്ങനെ ഒരു യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ ഖലീഫയാക്കി ജനങ്ങളെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിച്ചാൽ എന്താന്ന് ഉപ്പ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ യസീദിന്റെ ചോദ്യം, ഉപ്പ ആ സ്ഥാനത്തേക്ക് ഉപ്പ ആരെയാ കാണുന്നത്? മോനെ നിന്നെ തന്നെയാണടാ ഞാൻ കാണുന്നത്. ഉപ്പ എനിക്ക് സന്തോഷമുള്ളൂ. യസീദ് തുള്ളിച്ചാടാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട മുആവിയ തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ മഹാൻ ചോദിച്ചു, യസീദ് എന്താ നീ കാണിക്കുന്നത്?
എന്താ നീ പറഞ്ഞത്? സന്തോഷം. നാട് ഭരിക്കുന്ന ഭരണാധിപൻ എവിടെയാണ് മകനെ സന്തോഷിക്കാൻ സമയം? ഭരണചക്രം കറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ നാളെ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയണമെന്ന് ചിന്തിക്കുമ്പോ എവിടെയാണ് മകനെ സന്തോഷിക്കാൻ സമയം? താൻ എന്താണ് പറഞ്ഞത്? അപ്പൊ യസീദിന് തോന്നി അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു. പിന്നെ യസീദ് ഞാൻ പറഞ്ഞ മോഡൽ സൈലന്റായി പ്രായത്തായി വല്ലാത്തൊരു കോലത്തിൽ ഇങ്ങനെ നിൽക്കുക. ഏതായാലും ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു മകനെ ഖലീഫയാക്കാൻ. അപ്പൊ യസീദിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഇപ്പൊ തീരുമാനിച്ച തീരുമാനം നമ്മൾക്ക് മനസ്സിലായി. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങൾ എന്ത് ചെയ്ത്? ഇതാ ഉടനെ തന്റെ മകനെ ഖലീഫയാക്കുന്നതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് എന്തൊരു കാര്യവും ബഹുമാനപ്പെട്ട മുആവിയ തങ്ങൾ തീരുമാനിക്കുന്നത് ആരുമായിട്ടാണ്? തന്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുമായിട്ടൊരു കൂടിയാലോചന നടത്താറുണ്ട്. അത് പ്രകാരം ചൊല്ലും മുആവിയല്ലോ അഹ്നഫ് ഇബ്നു ഖൈസിനോട്, ചൊല്ലും മുആവിയല്ലോ അഹ്നഫ് ഇബ്നു ഖൈസിനോട്, ചെയ്യല്ലേ പാതകമേ അഹ്നഫി മുആവിയോട്, ചെയ്യല്ലേ പാതകമേ അഹ്നഫി മുആവിയോട്, ചെയ്തെങ്കിൽ പാരിടവും മർത്യരും തകർന്നിടുമേ, ചെയ്തെങ്കിൽ പാരിടവും മർത്യരും തകർന്നിടുമേ, ചൊവ്വായ ഭരണമില്ല കഷ്ടനഷ്ടമായിടുമേ, ചൊവ്വായ ഭരണമില്ല കഷ്ടനഷ്ടമായിടുമേ. ചൊല്ലും മുആവിയല്ലോ അഹ്നഫ് ഇബ്നു ഖൈസിനോട്, ചെയ്യല്ലേ പാതകമേ അഹ്നഫി മുആവിയോട്, ചെയ്തെങ്കിൽ പാരിടവും മർത്യരും തകർന്നിടുമേ, ചൊവ്വായ ഭരണമില്ല കഷ്ടനഷ്ടമായിടുമേ. മകൻ ഖലീഫയായിടും വെറുപ്പാണ്, എൻ സുതൻ യസീദിനോടുള്ള ഹസദാണ്, എൻ മകൻ ഖലീഫയായിടും വെറുപ്പാണ്, എൻ സുതൻ യസീദിനോടുള്ള ഹസദാണ്. ഉപ്പയെയും കുഞ്ഞിനെ അകറ്റിടാനാണ്, ആയിരങ്ങൾ ചെയ്തിടും ബൈഅത്ത് നേരാണ്. ചൊല്ലും മുആവിയല്ലോ അഹ്നഫ് ഇബ്നു ഖൈസിനോട്, ചെയ്യല്ലേ പാതകമേ അഹ്നഫി മുആവിയോട്, ചെയ്തെങ്കിൽ പാരിടവും മർത്യരും തകർന്നിടുമേ, ചൊവ്വായ ഭരണമില്ല കഷ്ടനഷ്ടമായിടുമേ. ബഹുമാനപ്പെട്ട മുആവിയ തങ്ങൾ ആലോചിക്കാറുള്ള